ഹലോ, ഇന്ന് ഞാനും ശ്രീലക്ഷ്മിയും കൂടി ഒരു സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. കുറേ ദിവസമായി വിചാരിക്കുന്നു പോകണമെന്ന്. അപ്പോൾ കല്യാണങ്ങളൊക്കെ കഴിയട്ടെ വിചാരിച്ചിട്ട് നിന്നതായിരുന്നു. ഞാനും ഒരു മേക്ക് ഓവറൊക്കെ ആവാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പാർലറിലേക്കാണ് കേട്ടോ വന്നത്. ഹെയറൊക്കെ ഒന്ന് റെഡിയാക്കാൻ വിചാരിച്ചിട്ട് വന്നതാണ്. കുറേ ആയി ഇങ്ങനെതായിട്ട്. അപ്പോൾ ഹെയറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് റെഡിയാക്കാൻ വിചാരിച്ചു. കുറേ ഇതുമായി വിചാരിക്കുന്നു ഇങ്ങനെ ഒരു മേക്ക് ഓവറൊക്കെ വേണമെന്ന്. അങ്ങനെ അവൾ വിളിച്ച് ആദ്യം തന്നെ എന്നെ ഇരുത്തി. ശ്രീലക്ഷ്മി പിന്നെ ഹെയറൊക്കെ കളർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ആദ്യം ഞാൻ തന്നെ കയറി മുടി വെട്ടാൻ വേണ്ടിയിരുന്നു. അങ്ങനെ കുറേ ആയി വിചാരിക്കുന്നു ഇങ്ങനെ ഒന്ന് ഒരു മാറ്റം, ചേഞ്ച് വേണമെന്ന്. അടിപൊളിയായില്ലേ? നമുക്ക് എങ്ങനെയുണ്ട്? ഞാൻ ലെയർ കട്ടാട്ടോ അടിച്ചത്. എനിക്ക് തോന്നി എനിക്ക് ഫേസിന് എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ഞാനൊരു സ്പായും കൂടി ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് തലയ്ക്കൊക്കെ ഒരു സുഖമാണല്ലോ. പിന്നെ നല്ല സുഖമായിരുന്നു. എന്ത് സുഖം അറിയോ, ആ മസാജിങ് ചെയ്യുമ്പോഴൊക്കെ നമുക്കിങ്ങനെ ഉറക്കം വരും ഇരിക്കുമ്പോൾ. അപ്പോൾ നല്ലൊരു സുഖമാണ് തലയ്ക്ക്, നല്ലൊരു തണുപ്പും ഒക്കെ ആയിട്ട്. ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ പോയിട്ടൊക്കെ ചെയ്യണം. നമുക്ക് നല്ലൊരു റിലാക്സേഷനാണ്. നല്ല നമുക്ക് ബോഡിക്കായാലും ഹെയറിനായാലും നമ്മൾ ഫേസിനായാലും ഒക്കെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യണം. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് വേണ്ടിയിട്ട് തന്നെ നമ്മൾ സമയം കണ്ടെത്തണം. അതാണ്. പിന്നെ അതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് പിന്നെ ഒന്ന് സെറ്റ് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞ് അവൾ അങ്ങനെ എങ്ങനെ നല്ല രസമല്ലേ കാണാൻ ഹെയർ. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. എൻ്റെ ഫേസിന് എനിക്ക് നല്ല ഇഷ്ടമായി. എല്ലാവർക്കും ഇവിടെ മനുവിനും ഒക്കെ ഇഷ്ടമായിരിക്കുന്നു. കണ്ടില്ലേ, നല്ല ഭംഗി തോന്നുന്നുണ്ട്. അങ്ങനെ പിന്നെ ശ്രീലക്ഷ്മി ആയി അടുത്തത്. ഹെയർ വാഷ് ചെയ്തിട്ടൊക്കെ വരണമായിരുന്നു ശ്രീലക്ഷ്മിക്ക്. അങ്ങനെ ശ്രീലക്ഷ്മി വാഷ് ചെയ്ത് പിന്നെ ശ്രീലക്ഷ്മിക്ക് പിന്നെ എന്താ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഹെയർ കട്ട് ചെയ്യുന്നത്. അപ്പോൾ വലിയ ചേഞ്ചൊന്നും ഇല്ല ആർക്കും. ഞാനാണ് എല്ലാവരും കണ്ടിട്ട് പറഞ്ഞത്, എല്ലാവരും ചേഞ്ച് ആകെ മാറിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യാറൊന്നുമില്ല, എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യാറേ ഉള്ളൂ. ഇങ്ങനെ ഹെയർ പൊതുവേ കട്ട് ചെയ്യൽ കുറവാണ്. ലക്ഷ്മി കളറൊക്കെ ചെയ്ത് അങ്ങനെ പിന്നെ വീട്ടിലെത്തി. ഇതാ മനു വന്നപ്പോൾ കണ്ട റിയാക്ഷനാണിത്. അടിപൊളിയായിട്ട് അവന് നല്ല ഇഷ്ടമായിരിക്കുന്നു ഞാൻ ചെയ്തത്. പിന്നെ ഞങ്ങൾക്ക് ചെറിയൊരു പർച്ചേസിങ് ഉണ്ടായിരുന്നു. പർപ്പിളിൻ്റെ ഒരു ഷോപ്പുണ്ട് പരപ്പനങ്ങാടി. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. അങ്ങനെ വാങ്ങി ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ ബായ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.